NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പര്യടനം തൃശൂർ നഗരത്തിൽ പുരോഗമിക്കുകയാണ്. കുട്ടനല്ലൂർ ഔഷധി ഫാക്ടറിയിലെ ജീവനക്കാരെ കണ്ടതിന് ശേഷം കാനാട്ടുകര സേവാ സദനത്തിലേക്ക് അല്പസമയത്തിനകം സുരേഷ് ഗോപി എത്തും. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൻ സ്വീകാര്യത അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, വലിയൊരു ജനസ്വീകാര്യത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രചരണ പരിപാടികളിലും ഈ പര്യടനത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കുട്ടനെല്ലൂരിലെ ഔഷധി ഫാക്ടറിയിലെ ജീവനക്കാരെ കണ്ടതിന് ശേഷം ഓരോ സ്ഥാപനങ്ങളിലും അവിടെയുള്ള ജീവനക്കാരെ എല്ലാം കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാനാട്ടുകരയിലുള്ള സേവാ സദനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഇവിടെ അദ്ദേഹത്തെയും കാത്ത് നിരവധി പേർ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വോട്ടർമാർ, അതായത് ഈ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് സുരേഷ് ഗോപിയിലുള്ളത്. കാരണം തൃശ്ശൂരിൻ്റെ വികസനത്തിനായി എന്തായാലും സുരേഷ് ഗോപി ഇപ്രാവശ്യം ഇവിടെ നിന്നും ജയിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഉയർത്തുന്നത്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാനാട്ടുകര സേവാ സദനത്തിൽ അദ്ദേഹത്തെയും കാത്തിരിക്കുന്നത് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരുമൊക്കെ ആണ്. കാരണം ഇന്നത്തെ പൗരനാണ് നാളത്തെ ഈ ഒരു, അതായത് ഈ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും അദ്ദേഹത്തെ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നിരവധി പേരാണ് ഈ ഒരു സേവാ സദനത്തിൽ എത്തിയിട്ടുള്ളത്. സേവാ സദനത്തിലും അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ഇവിടെയുണ്ട്. ഏതായാലും വലിയൊരു ആവേശം തന്നെയാണ് പ്രവർത്തകർക്ക് പകർന്നു കൊടുക്കുന്നത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തി. രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഒരുമിച്ച് തന്നെ ഇവിടെ ഇപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ ഈ സേവാ സദനത്തിൽ എത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ഇനി ആലപ്പുഴയിലേക്ക് പോകുക. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു മത്സരം തന്നെയാണ് തൃശ്ശൂരിലും ആലപ്പുഴയിലും അടക്കം കേരളത്തിലും മുഴുവൻ നടക്കുക. എന്തായാലും ഈ ഒരു സമയം ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ തന്നെയുണ്ട്. അവരൊക്കെ തന്നെ ഈ സേവാ സദനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വോട്ടർമാരുമായും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കുട്ടികളെയും കാണുകയാണ്. അതോടൊപ്പം ഈ കുട്ടികളെ കാണുവാൻ വേണ്ടി അദ്ദേഹം ഈ സേവാ സദനത്തിന് ഉള്ളിലേക്ക് എത്തുകയാണ്. ഈ ഒരു സമയം വളരെ ആകാംക്ഷയോടുകൂടിയാണ് കുട്ടികൾ അദ്ദേഹത്തെ വരവേൽക്കുന്നത്. ഈ ഒരു നിമിഷത്തിൻ്റെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ഇത്രയും നേരം ഇവിടെയുള്ള കുട്ടികൾ. അദ്ദേഹം ഈ കുട്ടികളോട് സംവദിക്കുകയാണ്. എന്തായാലും ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അദ്ദേഹം ഈ സേവാ സദനത്തിൽ, അതായത് നേരത്തെ തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന സമയമൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരുമായും അദ്ദേഹത്തിന് പരിചയമുള്ള മുഖം തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വോട്ടർമാരും. എന്തായാലും ഈ ഒരു നിമിഷം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം വിജയിച്ചു വരുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഈ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. അതിൻ്റെ ഭാഗമായാണ് ഈ ഒരു സേവാ സദനത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ ഒരു സ്വീകരണവും, അതും കുട്ടികളും മുതിർന്നവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയും ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഒന്നിച്ച് തന്നെയാണ് ഈ തൃശ്ശൂരിൻ്റെ തിരഞ്ഞെടുപ്പ് ചൂടിൽ NDAയുടെ ആ ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത്. എന്തായാലും ആ പര്യടനം ഇന്ന് വൈകുന്നേരമായി എത്തുമ്പോൾ ഈ ഓരോ സ്ഥാപനത്തിലും അവിടെയുള്ള ജീവനക്കാരെയൊക്കെ കണ്ട ശേഷം അദ്ദേഹം ഈ അവസാനമായി ഇപ്പോൾ ഈ സേവാ സദനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാലും ഇവിടെയും കഴിയുന്നില്ല. ഇന്ന് രാത്രിയോളം തന്നെ വിവിധ സ്ഥലങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പര്യടനം തുടരുകയാണ്. വെയിലൊന്നും തന്നെ നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതാണ്. ഈ വെയിലൊന്നും തന്നെ തളർത്താനാവില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോടും പറയുന്നത്. കാരണം ചർച്ച ചെയ്യേണ്ടത് വികസനമാണ്. ആ വികസനം തൃശ്ശൂരിൽ നടപ്പാക്കണമെങ്കിൽ ഓരോ വോട്ടർമാരും അതായത് NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് നേരത്തെ തന്നെ ജീവനക്കാരൊക്കെ വ്യക്തമാക്കിയതാണ്. അദ്ദേഹം വിജയിച്ചു വരേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം. എന്തായാലും ഇപ്പോൾ ഈ ഒരു സേവാ സദനത്തിൽ അവരോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനുമുണ്ട്. അതോടൊപ്പം ഇവിടെയുള്ള ജില്ലാ അധ്യക്ഷനും മറ്റ് ഈ സേവാ സദനത്തിൻ്റെ തന്നെ മറ്റ് അധികൃതരുമുണ്ട്. എന്തായാലും ഈ ഒരു നിമിഷം അദ്ദേഹം കുട്ടികളോട് കൂടെ സംവദിക്കുകയാണ്. ഈ സേവാ സദനത്തിലെ തന്നെ
അധികൃതർ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ഇനിയുള്ള നിമിഷങ്ങളിലൊക്കെ തന്നെ ഓരോ പര്യടനത്തിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വികസന കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാ സ്ഥലത്തും ചർച്ചയാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ സേവാ സദനത്തിൽ എത്തി അവിടെയുള്ള അധികൃതരോടും എന്തായാലും സുരേഷ് ഗോപി സംസാരിക്കുക. ഈ ഒരു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റ് സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിലൊക്കെ തന്നെ ഇത്രയധികം ജനപിന്തുണ ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു സുരേഷ് ഗോപിയുടെ പര്യടനത്തിൽ ലഭിക്കുന്ന ആ ഒരു ജനപിന്തുണ കണ്ട് ഇരു മുന്നണികൾക്കും വലിയ ഭയം തന്നെയാണുള്ളത്. കാരണം ഇത്തവണ NDA സ്ഥാനാർത്ഥി ഇവിടെ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇവിടെയുള്ള BJP പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുമുള്ളത്.